ആൾക്കൂട്ട കൊലപാതകം, വിദ്വേഷ പ്രസംഗം കേസുകളിൽ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജിയുമായി സമസ്ത. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. ഡീദാൻ സുമോദ് ചേരുന്നു. സുമോദ്, എന്താണ് ഹർജിയിൽ? സുപ്രീം കോടതിയിൽ സമസ്ത നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ആൾക്കൂട്ട കൊലപാതകത്തിനും വിദ്വേഷ പ്രസംഗത്തിനും കൃത്യമായ നടപടികൾ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നില്ല. 2018 സുപ്രീം കോടതി വിധിയിൽ ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും നടപടിയെടുക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ഒരു മാർഗരേഖ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മാർഗരേഖകളൊന്നും പാലിക്കാനായി ഈ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സമസ്ത കൃത്യമായി ഒരു 6 സംഭവങ്ങൾ തന്നെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് 5/12/2015 ഒരു വസ്ത്രവ്യാപാരിയായ മുഹമ്മദ് ഹുസൈനെ ഇരുമ്പ് വെടിവെച്ച് ആൾക്കാർ ബീഹാറിൽ അടിച്ചു കൊന്നു. ഇതുകൂടാതെ 8/2/2025 ബീഹാറിലെ ഔറംഗാബാദിൽ വാസിം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ക്ഷേത്രത്തിൽ വെള്ളം കുടിക്കാൻ കയറി എന്ന പേരിൽ അടിച്ചു കൊന്നു. ഇതുകൂടാതെ 5/5 ചപ്രയിൽ കള്ളനെന്ന് ആരോപിച്ചുകൊണ്ടാണ് മറ്റൊരാളെ കൊന്നത്. മറ്റൊരാളെ ഇതുപോലെ കാലികളെ മോഷ്ടിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കൊലപ്പെടുത്തിയത്. മാത്രമല്ല 28/3 നവാസ് എന്ന് പറഞ്ഞ ആളെയും ഭാര്യയെയും ഇതുപോലെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ നിരന്തരം ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. ഏതായാലും ഈ 6 സംഭവങ്ങളും ബീഹാറിൽ നടന്നതായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബീഹാർ DGPക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. സംസ്ഥാന സർക്കാരിന് കൃത്യമായ നോട്ടീസ് നൽകണം. സുപ്രീം കോടതി കോടതിയലക്ഷ്യ ഹർജിയിൽ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമസ്ത ആവശ്യപ്പെട്ടിരിക്കുന്നത്.